റിവ്യൂ ആൻഡ് റിയാക്ഷൻ ചാനലിൽ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബബ്ബ കണ്ടു വന്നിരിക്കുകയാണ്. ബബ്ബ ഡയറക്റ്റഡ് ബൈ ധനഞ്ജയ് ശങ്കർ. പിന്നെ റൈറ്റർ ഫാഹിം സവർ ഉണ്ട്, നൂറിൻ ഷെരീഫും ഉണ്ട്. അപ്പോൾ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ദിലീപ് ഏട്ടൻ, ലാലേട്ടൻ, പിന്നെ കുറേ ആൾക്കാരുണ്ട്. വിനീത് ശ്രീനിവാസൻ, ദാൻ ശ്രീനിവാസൻ, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം എനിക്കൊരു ആവറേജ് ആയിട്ടാണ് എനിക്ക് പടം തോന്നിയത്. പടം എനിക്ക് ഒരുപാട് ഹൈപ്പായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ ട്രെയിലർ റിയാക്ട് ചെയ്തിട്ടായിരുന്നു. ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ട്രെയിലറായിരുന്നു. കാരണം നമ്മുടെ ലാലേട്ടൻ്റെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ പടം ഭയങ്കരമായിട്ട് പടം തുടങ്ങാൻ മുമ്പ് തന്നെ നമുക്ക് നോ ലോജിക് ഓൺലി മാഡ്നസ് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് പടത്തിൽ അവർ പറഞ്ഞ പോലെ തന്നെ പടത്തിൽ കാണിച്ചിട്ടുണ്ട് നോ ലോജിക്. അപ്പോൾ ലോജിക്കും അനുസരിച്ച് നമ്മൾ എന്തായാലും പടം കാണരുത്. ആ പടം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടമാവില്ല. അപ്പോൾ കുറച്ചെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ അതൊക്കെ മറന്ന് നമ്മൾ അവർ രണ്ടുപേരും അഭിനയിക്കണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കണ്ടിരുന്ന് പടം കണ്ടു വരാം. ലോജിക്കൊന്നും നമ്മൾ മനസ്സിലാക്കരുത്. പിന്നെ ലാലേട്ടൻ്റെ ഇൻട്രോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല രസമുണ്ട് ലാലേട്ടൻ്റെ ഇൻട്രോ കാണാനായിട്ട്. പക്ഷെ പടത്തിൽ അത് കഴിഞ്ഞ് പിന്നെ ക്ലൈമാക്സിൽ ലാലേട്ടൻ്റെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ടായില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം വേണ്ടായിരുന്നു, ലാലേട്ടൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ക്ലൈമാക്സിൽ. ഇൻട്രോ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇന്റർവ്യൂ വരെ പടം നല്ല രസമുണ്ടായിരുന്നു, കുഴപ്പമില്ലാണ്ട് കണ്ടിരിക്കാം. പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞായിട്ട് ലാലേട്ടൻ്റെ ഇൻട്രോ കഴിഞ്ഞും കുറച്ച് നേരം കൂടി കുറച്ച് കണ്ടിരിക്കും. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എന്തോ തട്ടിക്കൂട്ടി ചെയ്ത ഒരു ക്ലൈമാക്സ് പോലെയൊക്കെ എനിക്ക് തോന്നിയത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഫാൻസാർക്ക് അർമാദിക്കാനുള്ള തിയേറ്റർ എല്ലാവരും കാണിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കണ്ടത് ഒരു ആദ്യത്തെ ഷോ ആയിരുന്നു. അപ്പോൾ ഫാൻസാരൊക്കെ നല്ല രീതിയിലായിരുന്നു ആളാണ് എല്ലായിടത്തും. ഞാൻ പെരുമ്പാവൂർ ആശീർവാദമാണ് കണ്ടത്. പിന്നെ പടത്തില് പിന്നെ കുറെ ആൾക്കാർ പോകുന്നുണ്ട്. അവസാനം ടൈലൻഡിൽ അത് ഞാൻ പറയുന്നില്ല, ടൈലൻഡൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതും കാണണം. കാരണം എഴുതി കാണിച്ചാണ് ടൈലൻഡ് കാണിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീണ്ടും പാർട്ട് 2 പടത്തിൽ അവർ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ പടത്തിൽ കുറേ റെഫറൻസ് കാണിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ സിനിമകളുടെ റെഫറൻസ് കാണിക്കുന്നുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ കാണിക്കുന്നുണ്ട്. റൺവേ കാണിക്കുന്നുണ്ട്, പിന്നെ സി ഡി മൂസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ പടം എന്തായാലും ഒരു ലോജിക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് പടം കാണാൻ പോകരുത് നമുക്ക്. പിന്നെ പറയാനുള്ളത്, ലാലേട്ടൻ നല്ല രീതിയിൽ ഡാൻസ് കളിക്കേണ്ടതായിട്ട് നല്ല രസമുണ്ട്. കാരണം നമ്മൾ ഈ പ്രായത്തിലും ആ ഡാൻസ് കളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ പടം എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഒരു ആവറേജ് പടമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.